സൂപ്പർ പടം കേട്ടോ. നല്ല 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 പടം. നല്ല ആർട്ട്, നല്ല നന്നായിട്ടുണ്ട്. വളരെ നല്ല മേക്കിങ്, നല്ല നന്നായിട്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അതുപോലെ അർജുനാശോൻ നന്നായിട്ടുണ്ട്. ഇതുവരെ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാ വേറെ ലെവൽ. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാ. അടിപൊളിയായിട്ട് മമ്മൂക്കയുടെ ഒപ്പം മച്ചുവിനെ കണ്ടതില് ഭയങ്കര ഹാപ്പി. ഇല്ല ഇല്ല ഇല്ല, അയ്യോ ഇപ്പോഴും ഗൂസ് ബംസ്. അടിപൊളിയായിട്ട് തീർച്ചയായും പ്രതീക്ഷിച്ച ഒരു സാധനം കിട്ടില്ല. ഭയങ്കര ലാഗായിരുന്നു പടം. ഈ ഫസ്റ്റ് ഹാഫ് ആയപ്പോ തന്നെ ഭയങ്കര ഡ്യൂറേഷൻ കഴിഞ്ഞു പോയ പോലെയാണ് തോന്നിയത്. ഞാൻ ആദ്യം വിചാരിച്ച ഈ സിനിമക്ക് ഇന്റർവെൽ ഇല്ലത്, പക്ഷെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച്, പക്ഷെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആക്ടേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും അർജുന അശോകന്റെ പെർഫോമൻസ് ആണെങ്കിലും സിദ്ധാർത്ഥന്റെ പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു ഏരിയ നല്ലതായിരുന്നു. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയൊന്നുമില്ല. പുള്ളിക്ക് അഭിനയിച്ചിട്ട് പ്രാന്ത് ഏതാന്ന് പറയാം. അത്ര അടിപൊളി പടമായിരുന്നു. ഇല്ല ഇല്ല, ഇതേപോലത്തെ ഒരു പടം നമ്മൾ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര അടിപൊളി പടമാണ്. മമ്മൂക്ക ഇങ്ങനത്തെ പടമൊക്കെ മമ്മൂക്കയെ കൊണ്ടുവരും. അതിന് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. വെറൈറ്റി ഒരു പടവും. ആക്ടിങ്ങിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ചൗക്കണയിൽ വരെ, വെറ്റിലെ ചൗക്കണയിൽ വരെ മമ്മൂക്ക അഭിനയിച്ചും ജീവിക്കണേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണാം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു നമുക്ക് കിട്ടൂല, ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടൂല. അടിപൊളി പടം, ക്ലാസ് പടം. നല്ല അതിൽ തന്നെ കാണണം, നല്ല എഫക്ട്. തകർത്ത് വാരി എല്ലാം കൊണ്ട് സൂപ്പർ പടമാണ്. മമ്മൂട്ടി വേറെ ലെവലാണ്. നമുക്ക് ഇതുവരെ കാണാത്തൊരു വേറൊരു മേക്കിംഗ് സ്റ്റൈലാണ് പടം എടുത്തേണത്. BGM ഒരു രക്ഷയില്ല, വേറെ ലെവൽ. നമ്മ പടം ആദ്യം മുതൽ അവസാനം വരെ നമ്മ കണ്ടിരുന്ന ഇങ്ങനെ ആകെ ത്രില്ലടിച്ച്, നമുക്ക് ഒരു സീനിൽ പോലും ലാഗില്ല. ആദ്യം മുതൽ അവസാനം വരെ നമ്മ ഇങ്ങനെ ത്രില്ലടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. പടം ഒരു മൂഡിൽ അങ്ങോട്ട് പോകും. പടം തീർന്ന പോലെ അറിയില്ല. തിയേറ്ററിൽ സിനിമ എന്ന കലയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. നമ്മക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഇത് എന്താ സിനിമ? കാരണം മമ്മൂക്കയുടെ 2 കഥാപാത്രമുണ്ട്. പെർഫെക്റ്റ്. സിദ്ധാർത്ഥ ഭരതനൊക്കെ ഞാൻ അദ്ദേഹത്തിനെ സത്യം പറഞ്ഞ ഇത് ആരാണെന്ന് ഇങ്ങനെ ആലോചിക്കണേന്ന് അഭിനയിക്കണത്. അത്രയ്ക്ക് എന്താ ഇത് കോസ്റ്റ്യൂം ഒക്കെ അടിപൊളി, കല പെർഫെക്റ്റ്. ഒന്നും പറയാനില്ല, കാരണം അത്രയ്ക്കും തിയേറ്ററിൽ ഇരുന്ന് അങ്ങനെ ഭയങ്കര സൈലന്റ്, അത്രയ്ക്ക് എക്സ്പീരിയൻസ് തിയേറ്ററിൽ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര എക്സ്പീരിയൻസ്. നമുക്ക് കളർ സിനിമ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് തോന്നി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങേണ്ട സമയനായി എന്ന് തോന്നുന്നു. ഞാനത് ചിന്തിച്ചിട്ടോ അതിനെപ്പറ്റി പറയത്തിട്ട് കാര്യമില്ല. അതൊരു മേക്കറിന്റെ വിഷനാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഇല്ലാതിരുന്ന ഒരു കളർ സ്പെക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അതിൽ അഭിനയിക്കുക എന്നുള്ളത് ആസ് എൻ ആക്ടർ എനിക്കും കൗതുകം വരുന്നു. അത് ഇനി ആൾക്കാർ കാണുമ്പോൾ കാണാം. ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഇത് മലയാള സിനിമ ഈ ഒരു പാറ്റേണിലുള്ള നമ്മള് കുമ്പാടൊക്കെ പോലെ സിനിമകളാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തുള്ളത്. അപ്പൊ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഓഡിയൻസ്. തീർച്ചയായിട്ടും. കാരണം അതിലിപ്പോ എനിക്ക് പറയണമെങ്കിൽ കുറച്ചു ആൾക്കാർ ഇവിടെ കാണണമല്ലോ. അങ്ങനെ സെക്കൻഡ് ഹാഫില് ലാസ്റ്റ് വന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ അത് കണ്ട് എക്സ്പീരിയൻസിന്റെ ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ നേരിട്ട് കണ്ട് അത് റിയൽ ആണത്. അത് റിയൽ ആയിട്ട് CG ഇല്ലാണ്ട് ചെയ്ത ഐറ്റമാണ് ആ സാധനമൊക്കെ. അപ്പൊ അതിന് നല്ല എക്സ്പെൻസീവ് ആയി നല്ല രീതിക്ക് ആ ചെക്കൻ പെർഫോം ചെയ്തിട്ടുണ്ട്. കളരിയൊക്കെ ചെയ്യുന്ന ഒരു ചെക്കനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് അത്. അപ്പൊ അത് കാണുമ്പോൾ ബാക്കി ഇവർക്ക് അത് തുറന്നു പറയാൻ 2 ദിവസം കൂടി കണ്ടു ഞാൻ പറയാം. പെർഫെക്റ്റ് ആയിട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ ചെയ്ത വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തത്. ഭയമല്ലല്ലോ ഈ സിനിമ. അധികാരത്തിന്റെ ഒരു കോംപ്ലക്സിറ്റി അല്ലേ പ്രോബ്ലമാറ്റൈസ്. അധികാരം എപ്പോഴും നമ്മൾ ഭയം ഉണ്ടാക്കും. അത് ഈ സിനിമയിലും ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരുന്നതായിരുന്നു. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോറിയിലായിരുന്നു ഫോക്കസ്. അത് സ്റ്റോറി ഹുക്ക് ചെയ്തിരുത്താൻ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഫോമാറ്റ് നമ്മളാരും ബോധേഡ് ആവില്ല എന്നാണ് എൻ്റെ ഒരു. അതിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. അധികാരമുള്ളവര് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു പൊളിറ്റിക്സും കൂടെ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ കഥയിൽ.